എല്ലാവർക്കും വീണ്ടും ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് വ്യൂ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യണമെന്നാണ് പഠിച്ചത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഈ കാണുന്ന ഡാറ്റ ഈ ഫ്രണ്ട് എൻഡിൽ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഈ ഡാറ്റ സ്റ്റാറ്റിക് ഡാറ്റയാണ്. അതായത് ആ കണ്ടന്റ് എന്നുള്ള പേജിൽ നമ്മൾ കൊടുത്ത ഡാറ്റയാണ് കാണുന്നത്. ഇതിലെ ഡാറ്റയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇതിൽ നമ്മൾ കൊടുത്തിട്ടില്ലേ, ഇത് സ്റ്റാറ്റിക് ആണ്. നമ്മളെല്ലാം സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഡൈനാമിക് ആയിട്ട് മാറ്റണം. അതായത് ഈ ഡാറ്റ നമുക്ക് വ്യൂവിൽ നിന്ന് പാസ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഐറ്റം ഐറ്റം എന്ന് പറഞ്ഞ എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ കാണുന്ന എല്ലാം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി ഇതൊക്കെ നമുക്ക് ഡാറ്റ പാസ് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അപ്പോൾ ഇതിന് പകരം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു അറേ നമ്മൾ വ്യൂവിലേക്ക് പാസ് ചെയ്യാതെ ഒരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റ നമുക്ക് എന്താണ് പോസ്റ്റുകളാണ് വേണ്ട. പോസ്റ്റ് നമ്മൾ കൊടുത്തു അറേ PHP അറിയുന്നതായിരിക്കണം. നിങ്ങൾക്ക് അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യണമെന്ന് അറിയുന്നു. ഇതിൽ ഇനി മൾട്ടി ഡൈമെൻഷൻ അറേ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഉള്ള അറേ എന്ന് ഡിക്ലെയർ ചെയ്യണം. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് ടൈറ്റിലാണ് വേണ്ടത്. പോസ്റ്റിൻ്റെ ടൈറ്റിൽ ഞാൻ സിമ്പിളായിട്ട് കൊടുക്കുക. ഫസ്റ്റ് ടൈറ്റിൽ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് ഡിസ്ക്രിപ്ഷൻ വേണം. എന്താണ് ആ പോസ്റ്റ് എന്ന് പറയണ്ടേ, അതിന് ഡിസ്ക്രിപ്ഷൻ. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇത്രയും കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പം ഇതാണ് ഫസ്റ്റ് ഐറ്റം അറിയാലേ. ഇനി അത് കോപ്പി ചെയ്യാം. നാലിനും കോപ്പി ചെയ്യുന്നുള്ളൂ. ഇതിന് ഇനി സെക്കൻഡാക്കി. സെക്കൻഡ് ഐറ്റം സെക്കൻഡ് ടൈറ്റിൽ സെക്കൻഡ് തേർഡ് ഫോർത്ത്. ഇവിടെ ഇതേപോലെ നമ്മൾ ഇത് മാറ്റുകയാണ്. ഇത് മാറ്റി. ഇപ്പം നമുക്ക് ഈ അറേ ഇവിടെ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തു. പോസ്റ്റിനാണ് ഇതിലെ അറേയുടെ ഇൻഡെക്സ്. നമ്മൾ ഇതിനെ പാസ് ചെയ്യുക. ഇവിടെ കണ്ടന്റ് നമ്മുടെ കണ്ടന്റിലേക്കല്ലേ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പോയിട്ട് ഡാറ്റ എന്നുള്ള അറേ പാസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നോക്കുക. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഐറ്റം എന്നുള്ള ഇതെല്ലാം റിപ്പീറ്റ് 1 2 താഴേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരിക ഐറ്റം എന്നുള്ളത് എല്ലാം. അപ്പോൾ നമുക്കിതൊന്നും വേണ്ട. നമുക്ക് ആകെ ഒരെണ്ണം നിർത്തിയാൽ മതി. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഐറ്റം ഇവിടെ ഇതൊക്കെ നമുക്ക് കളയാം. ഞാൻ ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഒരെണ്ണം നിർത്താം. കാരണം അതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടി ഒരെണ്ണം നിർത്തി എല്ലാം ചെയ്തു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നമ്മൾ അവിടുന്ന് പാസ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ ഇറ്ററേറ്റ് ചെയ്യണം. ഫോർ ഈച്ച് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്താണ് പാസ് ചെയ്തത്? പോസ്റ്റ് അല്ലേ. പോസ്റ്റ് ആസ് പോസ്റ്റ്. ഇത് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വരുന്നത് നമ്മൾ എൻഡ് ചെയ്യണം. PHP എൻഡ് ഫോർ ഈച്ച് എൻഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കോളനാണ് വേണ്ടത്. സേവ് ചെയ്തു. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അറയിൽ 4 ഐറ്റമാണ്. 1 2 3 4. ഈ 4 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് വരണം. അതാണ് നമുക്ക് വേണം. നമുക്ക് നോക്കാം, റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താ പറഞ്ഞത്. നമുക്ക് സെയിം തന്നെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഡാറ്റ അവിടെ നിന്ന് പാസ് ചെയ്ത ഡാറ്റ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മളിതിലൊന്നും മാറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ മാറ്റണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ള ടൈറ്റിൽ മാറ്റണം, ഹെഡിങ് മാറ്റണം. ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ഡിസ്പ്ലേ ആവാം. നമുക്ക് ഇതിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മാത്രം മാറ്റി നോക്കാം. ഇതാണ് ടൈറ്റിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് ആയിട്ട് ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? PHP ടാഗ് ആഡ് ചെയ്യുക. PHP ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ടൈറ്റിൽ. പിന്നെന്താ, എക്കോ ചെയ്യണം. എക്കോ ഇവിടെ നമുക്ക് ഈ ഐറ്റം എന്താണ്? പോസ്റ്റാണ്. അപ്പോൾ ഈ പോസ്റ്റ് ഇവിടെ ചെയ്യാം. $പോസ്റ്റ് അതിൽ ഇൻഡെക്സ് ചെയ്ത ഫസ്റ്റ് ടൈറ്റിലാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊടുത്തു, ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിത് നോക്കാം. ഫ്രണ്ട് എൻഡിൽ ഇത് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അവിടെ ഫസ്റ്റ് ടൈറ്റിൽ, സെക്കൻഡ് ടൈറ്റിൽ, തേർഡ് ടൈറ്റിൽ, ഫോർത്ത് ടൈറ്റിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. നമ്മളത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ.
അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ള അതിലെ ഡിസ്ക്രിപ്ഷൻ കൂടി മാറ്റി നോക്കാം. നമുക്കതിൽ ഇതല്ലേ ഡിസ്ക്രിപ്ഷൻ വരുന്നത്, ഞാനത് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇത് ഒരെണ്ണത്തിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നനുസരിച്ചിട്ട് അത് ഇറ്ററേറ്റ് ചെയ്ത് ഓരോതായിട്ട് കാണിക്കും അവിടെ. ഞാനിവിടെ ഇതേപോലെ എന്ത് ചെയ്യണം, ഞാനിത് കോപ്പി ചെയ്യാണ്, ഇവിടുന്ന് എളുപ്പത്തിൽ കോപ്പി ചെയ്തെടുക്കുകയാണ്. കോപ്പി ചെയ്തു. ഇൻട്രോ ഇവിടെ അല്ലേ നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഡിസ്ക്രിപ്ഷനാണ് വേണ്ടത്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താ വരുന്നത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ എല്ലാം മാറി. ഫസ്റ്റ് ടൈറ്റിൽ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ, സെക്കൻഡ് അങ്ങനെ വന്നു. അപ്പോൾ ഇത് ഡൈനാമിക് ആയിട്ട് ഡാറ്റ പാസ്. പക്ഷെ നമ്മൾ ഇതിൽ ഇപ്പോഴെന്താ ചെയ്താൽ വ്യൂവിൽ നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്തത് നമുക്കിത് ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ട് കാണിക്കണം. നമ്മൾ അഡ്മിൻ സൈഡിലൂടെ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ആണ് നമുക്ക് ഫ്രണ്ട് എൻഡിൽ കാണിക്കാം. അതിന് നമുക്കൊരു ഡാറ്റാബേസ് വേണം. ഡാറ്റാബേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതിന് മുന്നേ അതിൽ ഞാൻ ഈ അറേ, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത അറേയാണ് ഇത്. ഞാനിതിൻ്റെ ഫ്രണ്ട് എൻഡിൽ അറേ ഒന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അത് എന്താ പറയുന്നത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അറേ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ പോസ്റ്റ് കംപ്ലീറ്റ് അറേ ഞാൻ പേസ്റ്റ് ചെയ്തു. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിലൊക്കെ മറ്റു തന്നെ കോപ്പി ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിൽ എന്താ കിട്ടണേ നോക്കണ്ടേ. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താ പറയുന്നത്. നോക്കൂ, ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ല. നമ്മൾ ആദ്യം കൊടുത്ത പോലെ തന്നെ ഇത് വന്നു. പക്ഷേ ഇതിൽ ഇമേജ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇമേജ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഡൈനാമിക്കായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഇമേജ് എല്ലാത്തിലും ഒന്ന് തന്നെയാണ് വരിക. പിന്നെ ഒറ്റ ഇമേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡൈനാമിക്കായിട്ട് അവിടെ നിന്ന് തന്നെ ഇമേജ് നമ്മൾ ഈ അറയിൽ ഒരു ഇമേജും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. തൽക്കാലം ഇത് മതി ഇത് പഠിക്കാൻ. ഇനി നമുക്ക് ഡാറ്റാബേസ്, ഇത് ഡാറ്റാബേസിലൂടെ കാണിക്കണമെങ്കിൽ ഡാറ്റാബേസ് വേണം. നമുക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം, ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിൽ ലോക്കൽ ഹോസ്റ്റ് PHP മൈ അഡ്മിനിൽ ഇതിലേക്ക് പോവുക. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാബേസ്, ന്യൂ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസ് ക്രിയേറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പോയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഞാൻ മൈ ബ്ലോഗ് എന്ന് തന്നെ കൊടുക്കണം, ക്രിയേറ്റ്. ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ ടേബിളുകളാണ് വേണ്ടത്. നമുക്ക് ടേബിളുകൾ വേണ്ടത് ഒരെണ്ണം യൂസേഴ്സിന് വേണ്ടി ഒരു ടേബിൾ വേണം, പിന്നെ പോസ്റ്റിന് വേണ്ടി ഒരു ടേബിൾ വേണം. അതുപോലെ കാറ്റഗറീസ് ഉണ്ട് ഇതിൽ. അതായത് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് ചെയ്യാം. ഇവിടെ ഒരു കാറ്റഗറി കൊണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇവിടെ കമന്റ്സ് അതിലുള്ളവന് കാറ്റഗറി കാണിക്കാൻ പറ്റും, ഏത് കാറ്റഗറി. അതുപോലെ യൂസറുടെ ഈ ടേബിൾ ഏത് യൂസറാണ് ഈ ഐറ്റം, അതായത് ഈ പോസ്റ്റ് ചെയ്തത്, അതും കാണിക്കാൻ പറ്റും. അത് നമുക്ക് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസേഴ്സാണ്. യൂസേഴ്സ് ഓപ്പൺ ചെയ്യാം. യൂസേഴ്സ് ടൈപ്പ് ചെയ്യാം. നമുക്കൊരു 7 ഫീൽഡിനും വേണ്ടിയിട്ടില്ല ടോട്ടലി. എൻ്റർ അടിക്കുക. അപ്പോൾ ഇത് വന്നു. നമ്മൾ യൂസേഴ്സിൽ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ടേബിളിലും ഒരു ID വേണം. അതെന്തായിരിക്കും, അത് അതിൻ്റെ ഓട്ടോ ഇൻക്രിമെൻ്റ് ആയിരിക്കും. നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻക്രിമെൻ്റ് ആവണം. അപ്പോൾ അത് പ്രൈമറി, അതിൻ്റെ പ്രൈമറി കീ ആണ്, ആ ടേബിളിൻ്റെ പ്രൈമറി കീ ആണ് ID. ഇനി അടുത്ത് നമുക്ക് യൂസറാണ്, യൂസർ നെയിം വേണം. യൂസർ നെയിം എടുത്തു, ടൈപ്പ് ചെയ്തു, വാർക്കാർ ഇതിന് 255 കൊടുത്തു. അതേപോലെ യൂസർക്ക് ഒരു ഇമെയിൽ വേണം. നമുക്ക് ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂസർ നെയിം വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇമെയിൽ യൂസ് ചെയ്യുന്നത്. ഇമെയിൽ ആകുമ്പോൾ യൂണീക്ക് ആയിരിക്കും, അത് വേറൊരാൾക്ക് ഉണ്ടാവില്ല സെയിം ഇമെയിൽ. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതും 255 തന്നെ കൊടുത്തു. ഇനി നമുക്ക് പാസ്വേഡ് ആണ്. പാസ്വേഡ് ഇതേപോലെ തന്നെ വാർക്കാർ 255 കൊടുക്കാം. എല്ലാം 255 ഞാൻ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഈ യൂസർ ആക്റ്റീവ് യൂസർ ആണോ നോക്കണം. അതായത് ഈ യൂസർ ഇപ്പം നിലവിലുണ്ടോ, ഈ യൂസറെ നമ്മൾ ഡിസേബിൾ ചെയ്തെന്ന് അറിയണം. അപ്പോൾ ഞാൻ ഇതിന് കൊടുത്തും 3 ആണ് കൊടുത്തത് അതിൻ്റെ ലെങ്ത്ത്. കാരണം നമുക്ക് 1 അല്ലെങ്കിൽ 0 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്കൊരു വാല്യൂ സെറ്റ് ചെയ്യാം. ഡീഫോൾട്ടായിട്ട് ഞാൻ 1 സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏത് യൂസറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ യൂസർ ആക്റ്റീവ് ആയിരിക്കും. ഇനി അല്ല, യൂസർ ആക്റ്റീവ് അല്ല എങ്കിൽ നമ്മളത് ഡൈനാമിക്കായിട്ട് നമുക്ക് അതിന് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ കോഡിൽ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ കൊടുക്കാം. എഡിറ്റ് ചെയ്തിട്ട് യൂസറെ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാം. പിന്നെ നമുക്കൊരു ക്രിയേറ്റഡ് അറ്റ് എന്നുള്ളൊരു ഇത് വേണം. അതുപോലെ അപ്ഡേറ്റഡ് അറ്റ് എന്നുള്ള ഫീൽഡും വേണം. ഇത് രണ്ടും ടൈം സ്റ്റാമ്പാണ്. ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്,
നമുക്ക് ഇത് നോക്കാം, ടൈം സെറ്റ് ചെയ്യാം. ഇത് ടൈമാണ്. അപ്പോൾ എന്നാണ് ക്രിയേറ്റ് ചെയ്തത് ആ ഡേറ്റ് നമുക്ക് അവിടെ കാണണം. ഡീഫോൾട്ടായിട്ട് കറണ്ട് ടൈം സ്റ്റാമ്പ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്നത്തെ ഡേറ്റ് എപ്പോഴാണ് എൻ്റർ ചെയ്യാൻ ആ ഡേറ്റ് കാണിക്കും. അതുപോലെ അപ്ഡേറ്റഡ് നമുക്ക് ഇതുപോലെ തന്നെ ടൈം സ്റ്റാമ്പ് സെറ്റ് ചെയ്തു. ഇതും കറണ്ട് ടൈം സ്റ്റാമ്പാണ്. പക്ഷേ ഇതിൽ ഒരു ഇതും കൂടെ ആട്രിബ്യൂട്ടും കൂടി സെറ്റ് ചെയ്യും. ഓൺ അപ്ഡേറ്റ് ആണ് കറണ്ട് ടൈം സ്റ്റാമ്പ്. അപ്പം നമ്മളിത് അത് ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പോഴത്തെ ടൈം വെച്ചിട്ട് അത് അപ്ഡേറ്റഡ് ആയിട്ട് എന്നുള്ള ആ ഫീൽഡ് അപ്ഡേറ്റ് ആവും. ഞാൻ സേവ് ചെയ്യണം. സേവ് ചെയ്തു. ഇപ്പോൾ യൂസേഴ്സ് എന്നുള്ള ടേബിൾ അവിടെ വന്നു. ഇനി അടുത്ത് നമുക്കൊരു വേറൊരു ടേബിൾ വേണം, പുതിയ ടേബിൾ വേണം. ഈ ടേബിൾ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ വന്ന് നമുക്ക് അടുത്ത ടേബിൾ വേണ്ടത് പോസ്റ്റ് ആണ് വേണ്ടത്. പോസ്റ്റൽ ടേബിൾ നമുക്ക് പോസ്റ്റൽ ടേബിളിന് ആക്ച്വലി നമുക്കൊരു 9 ഫീൽഡെങ്കിലും വേണ്ടി വരും. പിന്നീട് നമുക്ക് ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം, കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി 4 ഫീൽഡ് ഉണ്ട്. ഞാനിപ്പോൾ 2 ഫീൽഡ് കൂടി 5 ഫീൽഡ് കൂടി കൊടുത്താൽ 9 എണ്ണമായി. ഓക്കെ, 9 എണ്ണം. ഇനി ഇതേപോലെ തന്നെ ഇതിന് ആദ്യത്തെ ID അത് ഇതിൻ്റെ ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ പ്രൈമറി കീ ആയിട്ട് മാറുന്നത്. രണ്ടാമത് നമുക്ക് വേണ്ടത് പോസ്റ്റിന് ടൈറ്റിൽ വേണം. പിന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ വേണം. പോസ്റ്റ് ആകുമ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് വലുതായിരിക്കും. നമുക്ക് ആ പോസ്റ്റ് വലിയ പോസ്റ്റ് ഒക്കെ അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് സെറ്റ് ചെയ്യാം. ടൈറ്റിൽ നമുക്ക് ഇതേപോലെ തന്നെ മാർക്കാന് കൊടുക്കാം, 255 കൊടുക്കാം. ഇനി നമുക്ക് ഷോർട്ടായിട്ട് ഡിസ്ക്രിപ്ഷൻ കാണിക്കണം. നമ്മൾ ഫസ്റ്റ് ആ പേജിൽ ലിസ്റ്റ് ചെയ്യുന്ന പേജിൽ കാണിച്ചില്ലേ, അതിന് വേണ്ടിയിട്ട് അത് ഇതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് ആകുമ്പോൾ നമുക്കിവിടെ വാല്യൂ ലെങ്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു യൂസർ ID വേണം. അതായത് യൂസർ ടേബിളിൻ്റെ ID ആയിരിക്കും ഇവിടെ വരിക നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഏത് യൂസറാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്, ഏത് യൂസറാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അറിയാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഇതിലൊരു സ്ലഗ് എന്ന് പറയും. സ്ലഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ക്യാരക്ടർ, 2-3 ക്യാരക്ടർ ഹൈഫണൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്യാരക്ടർ അല്ലെങ്കിൽ വെറും എന്തെങ്കിലും 2 ക്യാരക്ടർ. ഇപ്പോൾ ഒരു പോസ്റ്റ് ബ്ലോഗ് പോസ്റ്റ് 1 ആണെങ്കിൽ ബ്ലോഗ് -post-1 നമുക്ക് കൊടുക്കാം. അപ്പോൾ അതാണ് അതിന് സ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ തന്നെ മാർക്കാർ 255 കൊടുക്കാം. ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സ്ലഗ്, എങ്ങനെയാണ് യൂസ് ചെയ്യാം. സ്ലഗ് വെച്ച് നമുക്ക് ഈ പോസ്റ്റ് റിട്രീവ് ചെയ്യാം, അതേപോലെ അല്ലെങ്കിൽ ID വെച്ച് റിട്രീവ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് എൻഡിൽ സ്ലഗ് വെച്ചിട്ട് കാണിക്കുന്ന വെച്ചാൽ സ്ലഗ് വെച്ച് കാണിക്കാൻ പറ്റും. അങ്ങനത്തെ അതിന് വേണ്ടിയാണ് അത് സ്ലഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ പോസ്റ്റിന് വേണം ഒരു സ്റ്റാറ്റസ്. ഇത് പബ്ലിഷ് ചെയ്ത പോസ്റ്റാണോ അതോ ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ലേ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇതേപോലെ തന്നെ 3 കൊടുക്കാം. എന്നിട്ട് വാല്യൂ ആസ് ഡിഫൈൻഡ് കൊടുത്തിട്ട് 1 കൊടുക്കാം. പബ്ലിഷ് ചെയ്യാം. അപ്പോൾ എല്ലാ പോസ്റ്റും പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞ് കാണിക്കാം. നമുക്ക് തുടക്കം തന്നെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് 1 കാണിക്കാം. ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ ഇതേപോലെ തന്നെ പ്രോഗ്രാമിൽ കൂടെ മാറ്റാം, ചേഞ്ച് ചെയ്യാം. ഇനി ഇതേപോലെ നമുക്ക് വേണ്ടത് ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡ് വേണം. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടൈം സ്റ്റാമ്പാണ്. ടൈം സ്റ്റാമ്പ് കൊടുത്തു. ഇതിൻ്റെ ഡീഫോൾട്ട് കറണ്ട് ടൈം സ്റ്റാമ്പാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു അപ്ഡേറ്റഡ് ആയിട്ട് എന്നുള്ളൊരു അപ്ഡേറ്റഡ് ആയിട്ട് ഫീൽഡ് കൂടി വേണം. അതും ടൈം സ്റ്റാമ്പാണ് വരുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് കറണ്ട് ടൈം സ്റ്റാമ്പ് കൊടുത്തു. കറണ്ട് ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആവും. അതിനുശേഷം പിന്നെ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിന് വേണ്ടിയാണ് ഇത് ഓൺ അപ്ഡേറ്റ് കറണ്ട് ടൈം സ്റ്റാമ്പ് എന്ന് കൊടുക്കണം. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് അത് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ടേബിൾ നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ പേര് കൊടുത്തിട്ടുള്ള പോസ്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്തു. രണ്ടാമത്തെ ടേബിൾ. ഇനി നമുക്ക് വേണ്ട അടുത്തൊരു ടേബിളും കൂടി വേണ്ടത് കാറ്റഗറി എന്നുള്ള ടേബിളാണ് വേണ്ടത്. അപ്പോൾ അതും ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഇത് 4 ഫീൽഡ്, നമുക്കൊരു ഫീൽഡും കൂടി ആവശ്യം വരും. 5 ഫീൽഡ് കൊടുത്തു. ID ഇതേപോലെ തന്നെ ID നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഓട്ടോ ഇൻക്രിമെൻ്റ് കൊടുക്കുക. ഇനി ഇതിനും കാറ്റഗറിക്ക് ഒരു ടൈറ്റിൽ വേണം. ഇത് മാർക്കാർ കൊടുക്കാം, 255 തന്നെ കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഇതിനും ഈ കാറ്റഗറി ആക്റ്റീവ് ആണോ എന്ന് അറിയണ്ടേ. നമുക്ക് ഈ കാറ്റഗറി ഇപ്പം നമ്മൾ യൂസ് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു ആക്റ്റീവ് എന്ന് പറഞ്ഞ ഫീൽഡ് സെറ്റ് ചെയ്തു. ഇൻറ്റിജറാണ് 3 കൊടുത്തു. ഇതേപോലെ നമുക്ക് ആസ് ഡിഫൈൻഡ് 1 കൊടുക്കാം. എല്ലാ കാറ്റഗറിയും നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവായിട്ട് കാണിക്കും.
ഇനി നമുക്ക് ഇതേപോലെ ക്രിയേറ്റഡ് അറ്റ് അപ്ഡേറ്റ് അറ്റ് ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ടൈം സ്റ്റാമ്പായിട്ട് മാറ്റണം. ഇനി ഇവിടെ നമ്മൾ കറണ്ട് ടൈം സ്റ്റാമ്പ് കൊടുത്തു. ഇതിലങ്ങനെ തന്നെ പിന്നെ ആട്രിബ്യൂട്ട് അപ്ഡേറ്റിൽ ഓൺ അപ്ഡേറ്റ് സേവ് ചെയ്തു. പേര് കൊടുത്തിട്ടില്ല, പേര് കൊടുക്കണം. ഇവിടെ കാറ്റഗറീസ് എന്നുള്ള പേര് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ 3 ടേബിൾ നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാറ്റഗറീസ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്. ഇനി അടുത്തതിൽ നമുക്ക് എങ്ങനെയാണ് ലോഗിൻ അങ്ങനെ ഓരോന്നൊക്കെ കൂടുതലായിട്ട് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് ചെയ്തു നോക്കുക. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.